ഫെഫ്കയുടെ ടോൾ ഫ്രീ നമ്പറിനെതിരെ പരാതിയുമായി ഫിലിം ചേംബർ. സംസ്ഥാന സർക്കാരിനും വനിതാ കമ്മീഷനും ഫിലിം ചേംബറിന്റെ കത്ത്. ഫെഫ്കയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. വിവരങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകർ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെ തരത്തിലുള്ള പരാതികളാണ് ഫെഫ്ക ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്? മലയാള സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്ക അവരുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ഒരു തീരുമാനമെടുത്തിരുന്നു. സിനിമാ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പർ ഫെഫ്കയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. കഴിഞ്ഞ ദിവസം ഇത് പ്രവർത്തനക്ഷമമാവുകയും ചെയ്തു. എന്നാൽ ഈ ടോൾ ഫ്രീ നമ്പറിനെതിരെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ രംഗത്ത് വന്നിരിക്കുന്നത്. ഫെഫ്കയുടെ ആ ടോൾ ഫ്രീ നമ്പർ നിയമവിരുദ്ധമാണെന്നും അത്തരത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉപയോഗപ്പെടുത്തി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഫെഫ്കയ്ക്ക് എന്ത് അധികാരമാണുള്ളതെന്നാണ് ഫിലിം ചേംബർ ചോദിക്കുന്നത്. ലൊക്കേഷനുകളിൽ, അതായത് സിനിമാ ചിത്രീകരണ വേളകളിൽ സ്ത്രീകൾ, വനിതാ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകർ അടക്കമുള്ള വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അതാത് ലൊക്കേഷനുകളിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലാണ്. അല്ലാതെ ഫെഫ്കയ്ക്ക് അത്തരത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉപയോഗപ്പെടുത്തി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫെഫ്കയുടെ ഈ തീരുമാനത്തിനെതിരെ വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. ഫെഫ്കയ്ക്കെതിരെ നടപടി വേണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഫെഫ്കയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും, അത് പ്രവർത്തനക്ഷമമായി എന്ന് അറിയിച്ചത്. അതിനെതിരെ WCCയും പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ കൂടി രംഗത്ത് വരികയും മുഖ്യമന്ത്രിക്കും സംസ്ഥാന വനിതാ കമ്മീഷനും കത്ത് നൽകിയിരിക്കുന്നത്. ഹരിത.